ഹായ്, ഞാനിപ്പോൾ കൊയിലാണ്ടി പിശാരിക്കാവിലാട്ടോ. ഇതാണ് ടെമ്പിള്. ഞാനിപ്പോൾ സേഫ് ആട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, കാലിക്കറ്റിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഒരു 1500 വർഷം മേലേക്ക് പഴക്കമുള്ളൊരു ടെമ്പിളും കൂടിയാണിത്. ഇവിടെ ഒരു ആനനെ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എന്താ പറയുക, ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആനയായിരുന്നു. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല, ചങ്ങലിട്ടേക്കുവാണ്. തുടരുന്നൊക്കെ പണ്ട് എഴുതി വെച്ചേക്കുവാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു അമ്പലക്കുളം ഉണ്ടെന്നേ. ഞാനവിടെ പോയി കുളിച്ചില്ല, കുളിക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷേ കുളിച്ചില്ല, എന്നുവെച്ചാൽ ഫുള്ളി ഇരുട്ടായിരുന്നു. പിന്നെ അതുമല്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ലാന്നേ. അപ്പോൾ നമുക്കൊരു പന്തികേട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, തോർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ നമുക്കൊരു ഉൾഭയം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊരു ആ സാധനം വന്നു. ആരും ഇല്ലാത്ത ഒരു ഇരുട്ടും. അത് നോർമൽ ഒരു ജസ്റ്റ് ഒരു കുളമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത് ഭയങ്കര വലിയ കുളം. പക്ഷെ കുളം എന്ന് പറയാൻ കുളമല്ല, ചിറ. ഇരുട്ടാകൊണ്ട് അങ്ങനെ അറ്റം കാണാൻ പറ്റിയില്ല. ഭയങ്കര വലിയ ചിറ, ഭയങ്കര വലിയ ചിറയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും വലിയ ചിറയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി കുളിക്കാണ്ട് ഇവിടെ കുളിച്ചു. നമുക്ക് ഇവിടെ ടെമ്പിളിൽ തന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, കുളിക്കാനാണെങ്കിലും യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് സൗകര്യങ്ങളുണ്ട് സൈഡിൽ തന്നെ. എല്ലാവരും നല്ല എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു നാളെ ഇപ്പോൾ രാവിലെ എന്താ പറയുക, അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടൻ മുണ്ടുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. അങ്ങനെയൊക്കെ എന്താ പറയുക, ഇത് നമ്മുടെ സ്വന്തം ഒരു ഏട്ടനെ പോലെയൊക്കെ കാണുക എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ. അപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു, ആടാ കുഴപ്പമില്ല, നിനക്ക് രാവിലെ അമ്പലത്തിൽ കയറുവാണെങ്കിൽ കയറിക്കോ, എനിക്ക് മുണ്ടുകണി കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ എന്തായാലും നാളെ എന്തായാലും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും കണ്ണൂരെത്തും. അപ്പോൾ നാളെ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും കണ്ണൂരെത്തും. അപ്പോൾ നാളെ ഞാൻ കണ്ണൂർ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എൻ്റെ ഫണ്ടൊക്കെ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ഫണ്ട് കൊടുക്കുക. അതിപ്പോൾ നാളെ കഴിഞ്ഞപ്പോൾ കണ്ണൂർ എവിടെയെങ്കിലും ഇനിയിപ്പോൾ വർക്കിന് അന്വേഷിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ജോലിക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരം തന്നെയായിരുന്നു. അപ്പോൾ നാളെ ഞാൻ കണ്ണൂരെത്തും. അപ്പോൾ നാളെ കണ്ണൂർ എവിടെയെങ്കിലും ഞാൻ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും എനിക്കൊന്ന് വർക്ക് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. എന്തെങ്കിലും ഒരു വർക്ക് ജോലി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു ഉപകാരം തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണേ. ഓക്കെ.